പഹൽഗാമിലെ കൊലയാളികളെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് വകവരുത്താൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊത്താശ ചെയ്യുന്ന പാകിസ്ഥാനെതിരെ കരയും കടലിലും ആകാശത്തുമെല്ലാം വലിയ പ്രതിഷേധമാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശങ്ങളിലാണ് അവർ കാത്തിരിക്കുന്നത്. അത് ലഭിച്ചാൽ ഉടൻ നാലുപാട് നിന്നും പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിധം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കും. ലോകരാജ്യങ്ങൾ മുഴുവൻ ഓടി നടന്ന് സഹായം ആവശ്യപ്പെട്ട പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് തീർച്ചയാണ്. ഇന്ത്യൻ വ്യോമസേന മേധാവിയും നാവികസേനാ മേധാവിയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടിക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി ധരിപ്പിച്ചത്. അതിവേഗ ആക്രമണങ്ങൾക്കായി വ്യോമസേനയുടെ റാഫേൽ പോർ വിമാനങ്ങളും തയ്യാറാക്കിയിരിക്കുകയാണ്. റാഫേൽ പോർ വിമാനങ്ങളിൽ നിന്നും സ്കാൽപ്, മീറ്റിയോർ, ഹാമർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കുകയും ചെയ്യും. പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസുകളിലെ ഓപ്പറേഷൻ റെസിഡൻസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണവും വ്യോമസേന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാവികസേനയുടെ തിരിച്ചടിക്ക് സജ്ജമായി അറേബ്യൻ കടലിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനോടകം ജമ്മു കാശ്മീരിലെ പൂഞ്ചിയിലെ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാ സേന തകർത്ത് തരിപ്പിടമാക്കി കഴിഞ്ഞു. പരിശോധനയിൽ അവിടെ നിന്നും സ്ഫോടന വസ്തുക്കളും ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുമുണ്ട്. 5 IED, 2 റേഡിയോ സെറ്റുകൾ, ബൈനോക്കുലറുകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് സുരക്ഷാ സേന കണ്ടെത്തിയത്. പൂഞ്ചിര സുരാൻകോട്ടിൽ കരസേന ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരെ ഒളിസങ്കേതം തകർത്തത്. തുടർച്ചയായ 11ാം ദിവസവും ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തുകയാണ് പാകിസ്ഥാൻ. ഇതിനിടെ പാകിസ്ഥാൻ മറ്റൊരു മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. 120 കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിയുന്ന ഫത്ത സീരീസ് ഉപരിതല മിസൈൽ അധികൃതർ പരീക്ഷിച്ചതായാണ് പാകിസ്ഥാൻ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ അറിയിച്ചിരിക്കുന്നത്. INDUS അഭ്യാസത്തിന്റെ ഭാഗമായാണ് പരീക്ഷണ വിക്ഷേപം നടത്തിയതെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. സൈനികരുടെ പ്രവർത്തനം സന്നദ്ധത ഉറപ്പാക്കുകയും മിസൈലിന്റെ ന്യൂനത, നാവിഗേഷൻ സംവിധാനവും മെച്ചപ്പെടുത്തിയ കൃത്യതയും ഉൾപ്പെടെയുള്ള പ്രധാന സാങ്കേതിക പാരാമീറ്ററുകൾ സാധൂകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വിക്ഷേപണം എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, പാകിസ്ഥാന്റെ തന്ത്രപരമായ സംഘടനയിലെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ എന്നിവരാണ് വിക്ഷേപണം നടത്തിയത് എന്നാണ് വിവരം. പാകിസ്ഥാന്റെ പ്രാദേശിക സമഗ്രതയ്ക്കെതിരെ ഏത് ആക്രമണത്തെയും ചെറുക്കുന്നതിനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രവർത്തനം, തയ്യാറെടുപ്പിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും അവർ പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായി ISPR കൂട്ടിച്ചേർത്തു. 3 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ മിസൈലാണിത്. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അബ്ദാലി വെപ്പൺ സിസ്റ്റത്തിന്റെ വിജയകരമായ പരിശീലന വിക്ഷേപം രാജ്യം നടത്തിയതായി ISPR അറിയിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രാജ്യം നിരവധി പ്രകോപനപരമായ നടപടികൾ സ്വീകരിക്കുകയാണ്. ഭീകരാക്രമണത്തിൽ തൊട്ടു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനിലെ കൃഷിയും ജലവിതരണത്തിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ അടിസ്ഥാനമായുള്ള വിമാന കമ്പനികളുടെ എല്ലാ വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമ അതിർത്തി അടച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈനിന്റെ വിമാനങ്ങൾ ചൈന വഴി പല സ്ഥലങ്ങളിലേക്ക് വഴി തിരിച്ചുവിടുകയാണ്. അധിക സമയവും ചെലവും മൂലം ഇത് പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും 400 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഫത്ത 11 ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റത്തിന്റെ പരീക്ഷണ വിക്ഷേപം പാകിസ്ഥാൻ സൈന്യം നടത്തിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫത്ത പരമ്പര പരീക്ഷണ വിക്ഷേപത്തിന് ഒരു ദിവസം മുൻപ് ISPR ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയും ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി അതൌല തരാറും പാകിസ്ഥാനിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ നടപടികളുടെ ഭാഗമായി സിന്ധു നദി ജലകരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതും വ്യാപാര ബന്ധം അവസാനിപ്പിച്ചതുമെല്ലാം പാകിസ്ഥാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് വഴിവെച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരർക്ക് പാകിസ്ഥാൻ വില നൽകുമെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. സൈനിക ശക്തിയെ കൂടാതെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി യോഗവും ചേരാനും തീരുമാനിച്ചിരിക്കുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിൽ നിന്നും പാകിസ്ഥാനെ തടയുന്നതിനും ഇന്ത്യ മുൻകൈ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര നടപടികൾ പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥയെ ഇതിനോടകം തന്നെ ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ്.
വരികയാണ്. ഏപ്രിൽ 26-ന് അട്ടാരിയിലെ ഇൻഡോഗ്രേറ്റ് ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടിയെങ്കിലും പാകിസ്ഥാന്റെ ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതും തുടരുന്നു. പാക് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെത്തുന്ന എല്ലാ പഴുതുകളും അടയ്ക്കണമെന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിൽ വ്യക്തമാവുന്നത്.